നമുക്കെല്ലാവർക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അന്നത്തെ ദിവസം നല്ല സ്വസ്ഥതയും സമാധാനവും ഒക്കെ ആയിട്ട് കടന്നു പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മുടെ ജീവിതത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇന്നർ വേൾഡ്, ഒന്ന് ഔട്ടർ വേൾഡ്. ഈ ഇന്നർ വേൾഡാണ് നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ വികാര വിചാരങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്നത്. എന്നാൽ ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടും സങ്കടങ്ങളും നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ എല്ലാം പുറമേ ഉള്ളതെല്ലാം വരുന്നത് ഈ ഔട്ടർ വേൾഡിലാണ്. അങ്ങനെ വരുമ്പം നമുക്ക് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അതുപോലെ തന്നെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ആളുകൾ, കാര്യങ്ങൾ, കാഴ്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ഈ ഔട്ടർ വേൾഡിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മളത് നമ്മുടെ ഇന്നർ വേൾഡിലേക്ക്, അതായത് നമ്മുടെ മനസ്സിലേക്ക് അത് കയറ്റാതെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നർ വേൾഡിലേക്ക് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയാൽ തന്നെ നമുക്ക് ടെൻഷൻ കൂടും, സ്ട്രെസ്സ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ആകെപ്പാടെ മൂഡ് ഓഫ് ആകും. അതുകൊണ്ട് നമ്മുടെ സ്വസ്ഥതയും സമാധാനവും ഉള്ള ജീവിതത്തിന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നമ്മളെക്കാട്ട് ഉയർന്നവരെ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഒരു തരത്തിലും സമാധാനം കിട്ടത്തില്ല. കാരണം അവരുടെ വലിയ വീട്, പണം, കാറ്, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ, അവരെന്തെല്ലാം വാങ്ങുന്നു, അവരെവിടെയൊക്കെ ടൂർ പോകുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സമാധാനം കിട്ടത്തേ ഇല്ല. നമ്മൾ നമ്മളെക്കാട്ടും താഴ്ന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും, ഉറപ്പാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം നോട്ട് ഫീലിങ്സ് യുവർ ഫീലിങ്സ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ഫീലിങ്സുകളുണ്ട്. അതിപ്പോൾ സന്തോഷമാകാം, സങ്കടമാകാം, ഒറ്റപ്പെടലാകാം, ദേഷ്യമാകാം, അതിപ്പോൾ എന്തും ആകാം. അപ്പം നമ്മളതിനെ ഓവറായിട്ട് പ്രകടിപ്പിക്കാൻ നിൽക്കരുത്. അതല്ലെങ്കിൽ ഒട്ടും പ്രകടിപ്പിക്കാതെ ഇരിക്കരുത്. ചിലർക്കൊരു സ്വഭാവമുണ്ട്, എന്ത് വന്നാലും ഒരു കരിങ്കല്ലിന് കാറ്റ് പിടിച്ച പോലെ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അപ്പം നമ്മൾ ദുഃഖവും സങ്കടവും ദേഷ്യവും എന്ത് വന്നാലും നമ്മളത് ഓവറായിട്ട് പ്രതികരിക്കരുത്, എന്നാൽ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യരുത്. ഇത് രണ്ടും നമുക്ക് സ്ട്രെസ്സ് കൂട്ടാനായിട്ട് ഇടയാക്കും. നമ്മുടെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും എല്ലാം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ഫീലിങ്സുകൾ ഏതായാലും നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അത് ആസ്വദിക്കാനായിട്ട് പഠിക്കണം. ഈ ദിവസവും കടന്നു പോകും എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സന്തോഷവും സങ്കടവും എല്ലാം ചിലപ്പോൾ നാളെ കാണണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അതാത് ഫീലിങ്സുകൾ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ആസ്വദിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം മൾട്ടി ടാസ്കിങ് ആൻഡ് ഹറിയിങ്. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പം നമ്മുടെ കഴിവുകൾ അവിടെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള അറ്റൻഷൻ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ചിലപ്പം ഒന്നും സക്സസ് ആവാതെ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രീ പ്ലാനിങ്. തലേന്ന് തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു പ്ലാനിങ് വേണം. പ്ലാനിങ് മാത്രം പോരാ, അതനുസരിച്ച് ചെയ്യുകയും വേണം. ഇങ്ങനെ നമ്മൾ ഒരേ സമയത്ത് പല കാര്യം ചെയ്യുമ്പോൾ ദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസത്തെ മുഴുവൻ എനർജി നമ്മുടെ വേസ്റ്റ് ആകുകയാണ് രാവിലെ തന്നെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരോടും ദേഷ്യമൊക്കെ ആയിരിക്കും പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മൾട്ടി ടാസ്കിങ് ആൻഡ് ഹറിയിങ് രാവിലെ തന്നെ ഒഴിവാക്കുക. ഇനി നമ്മുടെ സമാധാനമുള്ള ജീവിതത്തിന് നമ്മൾ ഉപേക്ഷിക്കേണ്ട നാലാമത്തെ കാര്യം മൈൻഡ്ലെസ് സ്ക്രോളിങ്. അതായത് നമുക്ക് ഒരു 5 മിനിറ്റ് സമയം കിട്ടി, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം കിട്ടി. ഈ സമയത്തൊക്കെ നമ്മൾ വേഗം ഓടി വന്നിട്ട് നമ്മുടെ ഫോണെടുത്ത് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇങ്ങനെ ഓരോ ആപ്സുകളും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം നമ്മുടെ ടൈം വേസ്റ്റ് ആകും, നമ്മുടെ എനർജി വേസ്റ്റ് ആകും. പിന്നെ അതിലും കൂടുതൽ നമുക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകും, ഷോൾഡർ പെയിൻ ഉണ്ടാകും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൈൻഡ്ലെസ് സ്ക്രോളിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മളൊരു ടൈം വെക്കുക, ഇത്ര സമയം മാത്രമേ നമ്മൾ ഫോൺ ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയുള്ളൂ എന്ന്. നമ്മളൊരു സമയനിഷ്ഠ ഇല്ലാതെ വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സമാധാനം പോകും. കാരണം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടാത്ത കുറേ ആപ്സുകളൊക്കെ കാണും, അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിടാനും കൂടി ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യം മറ്റുള്ളവരിൽ നിന്നും തിരികെ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അതായത് ഓൺലി വാണ്ടിങ് ദ ബെസ്റ്റ് അതേഴ്സ് ബട്ട് നെവർ ഫോർ യുവർ സെൽഫ്. അതായത് നമ്മൾ മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കണം. അതിപ്പോൾ നമ്മുടെ പണമാകാം, അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടാകാം, എനർജി ആകാം, ടൈം ആകാം, എന്തോ ആവട്ടെ. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ തിരിച്ച് ചെയ്യണമെന്നുള്ളത് അവരുടെ മനസ്സാണ്, അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരികെ പ്രതീക്ഷിക്കാതെ വേണം മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാനായിട്ട്.
ഒരു നല്ല വാക്കെങ്കിലും തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സമാധാനവും സ്വസ്ഥതയും എല്ലാം പോകുന്നത്. അതുകൊണ്ട് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആർക്കും ഒന്നും ചെയ്യാതിരിക്കുക. ഇനി ആറാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം കംപ്ലൈനിങ്. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ഓരോ കാര്യത്തിനും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക. നമ്മുടെ സമാധാനവും സന്തോഷവും എല്ലാം അത് കെടുത്തിക്കളയും. നമ്മളൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ ആരോടും പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പരിധിക്ക് നിൽക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരാതി പറഞ്ഞതുകൊണ്ട് നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടത്തേ ഉള്ളൂ. ഒരിക്കലും അത് തിരികെ കിട്ടത്തില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് ഓരോ ദിവസവും മുന്നോട്ട് പോവുക. ഇനി ഏഴാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം ഡിസ്ട്രാക്റ്റിംഗ് യുവർ സെൽഫ് ഓൾ ദി ടൈം. അതായത് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്യുക തന്നെ വേണം. അല്ലാതെ ഇപ്പോൾ വേണോ അതോ നാളെ മതിയോ അതോ ചെയ്യണോ അതോ ഇനി എന്തെങ്കിലും ചെയ്താൽ മതിയോ, ഇങ്ങനെ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്നാൽ നമുക്കത് ഒരു കാലത്തും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട ഒരു നന്മയാവാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ നന്മയ്ക്കുള്ള കാര്യങ്ങളാവാം, എന്തും ആയിക്കോട്ടെ. നമ്മുടെ ആ ഒരു മടി കൊണ്ടാണ് നമ്മൾ പിന്നെ അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള ചിന്താഗതി കൊണ്ട് നമ്മളിങ്ങനെ മുടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യം ഏതാണെങ്കിലും അത് ചെയ്ത് തന്നെ തീർക്കുക. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സമാധാനം കിട്ടത്തേ ഇല്ല. പിന്നെ നമ്മൾ ആ കാര്യം ഓർത്തുകൊണ്ടിരിക്കും. ഇനി എട്ടാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം അവോയ്ഡിങ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സെൽഫ് ആക്സെപ്റ്റൻസ്. അതായത് നമുക്ക് എല്ലാവർക്കും മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കാണും. ഈ കഴിവുകൾ നമ്മൾ മെച്ചപ്പെടുത്താതെയും നമ്മൾ അംഗീകരിക്കാതെയൊക്കെ ഇരുന്നാൽ ആ കഴിവുകൾ നമ്മളിൽ തന്നെ അങ്ങ് ഒതുങ്ങി കെട്ടുപോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മളെ തന്നെയുള്ള ബഹുമാനം കുറയും, മറ്റുള്ളവർക്കും നമ്മളോടൊരു ബഹുമാനമൊക്കെ ഇല്ലാതാവും. അവനൊരു കഴിവ് കെട്ടവനാണ് അല്ലെങ്കിൽ അവളൊരു കഴിവ് കെട്ടവളാണ്, ഇങ്ങനെയുള്ള പരാതി പറച്ചിലും ഒക്കെ നമുക്ക് കേൾക്കേണ്ടിയും വരും. ഇതൊക്കെ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കെടുത്തും. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചെറിയ ചെറിയ കഴിവുകൾ, അത് ചിലപ്പോൾ കുക്കിംഗ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള കഴിവാവാം, അല്ലെങ്കിൽ ഗാർഡനിങ് ആവാം, സ്റ്റിച്ചിങ് ആവാം, എംബ്രോയ്ഡറി ആവാം, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലിപ്പം അങ്ങനെ ആവാം. എന്തായിക്കോട്ടെ, നമുക്ക് ഓരോ രീതിയിലായിരിക്കും ഓരോ മനുഷ്യർക്കും കഴിവുകൾ. അത് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മളതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഒന്നും കഴിവില്ലാത്തവനാണെന്നും പറഞ്ഞ് നമ്മൾ തന്നെ അങ്ങ് ഒതുങ്ങി കൂടാതിരിക്കുക. ഇനി ഒൻപതാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എപ്പോഴും കേട്ടിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എത്രയും വേഗം നിർത്തുക. സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാതെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ എല്ലാത്തിനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് നമ്മുടെ വില കുറയ്ക്കുകയും ചെയ്യും, നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കെടുത്തും. ഇനി പത്താമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം ടോക്കിംഗ് മോർ ദാൻ ലിസണിങ്. അതായത് നമ്മൾ എപ്പോഴും എവിടെയും കയറി അനാവശ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക. അതിന് പകരം നമ്മൾ മറ്റുള്ളവർ പറയുന്നതും കൂടി ഒന്ന് ശ്രദ്ധിക്കാനും കൂടി ഒരു മനസ്സ് കാണിക്കുക. നമ്മൾ എല്ലായിടത്തും കയറി അനാവശ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ച അഭിപ്രായമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാനിടയാകും. അതിന് പകരം നമ്മുടെ ചുറ്റും ഇരിക്കുന്നവർ ചിലപ്പോൾ നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം നല്ല അറിവുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള സംസാരം കുറച്ചിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് ജീവിത വിജയത്തിനും വളരെ നല്ലതാണ്. അനാവശ്യമായിട്ട് സംസാരം കൂടുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ വെറുക്കുന്നതൊക്കെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതത്തിന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട 10 കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി, യൂസ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. ഇതുപോലെയൊക്കെ നമ്മൾ സമൂഹത്തിലൊന്ന് പ്രവർത്തിച്ച് നോക്കുക, നല്ല മാറ്റം വരും. ഓക്കെ, ബൈ.